ഹായ് എവരി വൺ അക്കാഡമീസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC MTS 2019 സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ SSC MTS 2019 എന്ന് പറയുമ്പോൾ 2 കൊല്ലം മുമ്പത്തെ അല്ലേ എന്ന് വിചാരിക്കരുത്. അവസാനം നടന്ന MTS ആണ് ഇതെന്ന് പറയുന്നത് 2019 MTS എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിലെ സയൻസ് ചോദ്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങളിൽ കഴിഞ്ഞ MTSന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയോടനുബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ ഒരു ചോദ്യം അതിന്റെ ആൻസർ, ചുമ്മാ ഒരു ചോദ്യം ഒരു ആൻസർ, അങ്ങനെ തത്തമേ പൂച്ച ലൈനിലല്ല നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്ന ആ ചോദ്യം വായിക്കും, അതിന്റെ ഉത്തരം പറയും, then അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഉത്തരം ഇനി എങ്ങനെയൊക്കെ ചോദ്യമായിട്ട് വരാം, ആ ചോദ്യത്തിൽ നിന്ന് ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങൾ, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി ഏതൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാം അനലൈസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് MTSന് മാത്രം ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് അല്ല. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്, എല്ലാ SSC RRB പരീക്ഷകൾക്കും, RRB NTPC ഗ്രൂപ്പ് ഡി ആയിക്കൊള്ളട്ടെ, SSC MTS CHSL CGL GD ഏതോ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനും എന്താണ് ഇതിലെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ MTSന് പ്രിപ്പയർ ചെയ്യുന്നവർ മാത്രം കാണേണ്ടതെന്നല്ല, SSC RRB പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും, ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യാം, MTSലെ സയൻസ് ചോദ്യങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് കോസസ് എക്സ്പ്ലോഷൻ ഇൻ കോൾ മൈൻസ്? കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത് മീഥെയിൻ ആണ് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. മീഥെയിൻ ആണ് ഇതെന്ന് പറയുന്നത് കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്നത്. മീഥെയിനെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CNGയുടെ ഫുൾ ഫോമും ചോദിക്കാറുണ്ട്. CNGയുടെ ഫുൾ ഫോം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. CNGയിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. CNGയിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഏതാണ്, മീഥെയിൻ ആണ്. അതേസമയം LPGയിലെ മെയിൻ കോൺസ്റ്റന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യരുത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. ഞാൻ നിങ്ങളോട് പറയാറുള്ളത് LBG എന്ന് ഓർത്തിരിക്കാൻ, പിയുടെ താഴെ ഒരു തൊട്ട് B ആയല്ലോ, അപ്പോൾ LBG ബ്യൂട്ടൈൻ എന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പോൾ CNG എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് വെരി ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്യുന്നതിനെയാണ്. അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഇത് എങ്ങനെ കൂടി അറിയപ്പെടാറുണ്ട്, മാർഷ് ഗ്യാസ് എന്നും ഡാമ്പ് ഗ്യാസ് എന്നും അറിയപ്പെടാറുണ്ട്. ചതുപ്പ് നിലങ്ങളിലൊക്കെ കാണപ്പെടുന്നത് കൊണ്ട് മാർഷ് ഗ്യാസ് എന്നും ഡാമ്പ് ഗ്യാസ് എന്നും എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. ഇതെല്ലാം ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റുകളും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയുള്ള ഷിഫ്റ്റുകളിൽ അല്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷകളിൽ ഇത് തീർച്ചയായിട്ടും ചോദ്യം വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോന്നും ശ്രദ്ധിച്ച് വെക്കുക. അല്ലാതെ ചുമ്മാ ഒരു ചോദ്യം വായിച്ചിട്ട് കോൾ മൈനുകളിൽ ഉണ്ടാകുന്ന മീഥെയിൻ എന്നല്ല, ഒപ്പം എന്ത് ചെയ്യുക, നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും പഠിച്ചു പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള പല ഓട്ടോറിക്ഷകളും എന്തിലോട്ട് അല്ലെ, പ്രധാനമായും ഓട്ടോറിക്ഷകൾ, കാറുകൾ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും പ്രധാനമായും പല ഓട്ടോറിക്ഷകളും എന്തിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്, LPGയിലോട്ട് സ്വിച്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, ഇറ്റ്സ് യൂസ്ഡ് ആസ് എ ബെറ്റർ ഫ്യൂവൽ ദാൻ പെട്രോളിയം ഇൻ മെട്രോപൊളിറ്റൻ സിറ്റീസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കംപ്ലീറ്റ് കമ്പഷൻ. എന്ത് ചെയ്യും, ഈ ഫ്യൂൽ മൊത്തമായി കത്തിത്തീരുന്നത് കൊണ്ടാണ് എങ്ങനെ സംഭവിക്കുന്നത്, ഈ രീതിയിൽ സംഭവിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യം, കൽക്കരി ഖനികളിൽ സ്ഫോടനത്തിന് കാരണമാകുന്ന വാതകം ഏതാണെന്നായിരുന്നു. മീഥെയിൻ നമ്മൾ പറഞ്ഞു. ഒപ്പം നമ്മൾ പറഞ്ഞത് CNGയിലെ പ്രധാനപ്പെട്ട ഘടകം മീഥെയിൻ ആണ്. മാർഷ് ഗ്യാസ് എന്നും ഡാമ്പ് ഗ്യാസ് എന്നും അറിയപ്പെടുന്നത് മീഥെയിൻ ആണ്. ഇപ്പൊ നമ്മൾ പെട്രോളിയത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന മീഥെയിൻ തന്നെയാണ്. ഇതേ മീഥെയിൻ ആണ് CNGയുടെ ഫുൾ ഫോം കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ്. തെറ്റല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ദേ പിടിച്ചോ അടുത്ത ചോദ്യം. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബ്ലൂ റെവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്ലൂ റെവല്യൂഷന്റെ പിതാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ബ്ലൂ റെവല്യൂഷൻ, അതും ചോദിക്കാറുള്ളതാണ്. ഫിഷ് റിലേറ്റഡ് ഐറ്റത്തിന്റെ ഗ്രോത്തും അതിൻ്റെതും എല്ലാമായി റിലേറ്റഡ് ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലൂ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇന്ത്യയിലെ പിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ചോദിച്ച് കാണാത്തൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക, ഇനി ചോദിച്ചേക്കാം. ഹീരാലാൽ ചൗധരിയാണ് എന്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്, ബ്ലൂ റെവല്യൂഷന്റെ പിതാവായിട്ട് ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ബ്ലൂ റെവല്യൂഷൻ ഫിഷുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്നും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് പ്ലാന്റ്സ് ലൈക്ക് മോസസ് that grow in moist humid environments. മോസിനെ പറ്റിയുള്ള പഠനം അല്ലെ. മോസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പുയലല്ല പൂപ്പൽ പായൽ, രണ്ടും കൂടി ക്രോസ് ആയി പോയത്, ക്ഷമിക്കണം. അപ്പൊ മോസസ് എന്ന് പറയുന്നത് പായൽ പൂപ്പൽ പോലത്തെ നമ്മുടെ ഈ മോയിസ്റ്റ് ആയിട്ടുള്ള ഈർപ്പമുള്ള എൻവിറോൺമെന്റ്സിൽ വളരുന്ന ഇത്തരത്തിലുള്ള ആൻഷ്യൻ പ്ലാന്റ്സ് വളരെ കാലങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ ഭൂമിയിലുണ്ട് അല്ലെ. അതിനെ പറ്റിയുള്ള പഠനം ഏതാണ് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത് ഓർക്കാൻ വളരെ സിമ്പിൾ ആണ്. നമ്മൾ കിങ്ഡം പ്ലാന്റ്റെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവയെ നമ്മൾ പറയുന്നത് എന്താണ്, ഈ മോസസ് ഒക്കെ വരുന്ന ഫാമിലി ഏതാണ്, ബ്രയോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സ് ആണ് അല്ലെ, തലോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്രയോഫൈറ്റ്സ് ആണ് ഏതിൽ വരുന്നത്, ബ്രയോഫൈറ്റ്സിലാണ് ഏത് വരുന്നത്, നമ്മുടെ മോസ് ഒക്കെ വരുന്നത്.
അപ്പോൾ ബ്രയോഫൈറ്റ്സിൽ വരുന്ന മോസിനെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? ബ്രയോളജി എന്ന് പറയുന്നു. സിമ്പിൾ അല്ലേ? കണക്ഷൻ കിട്ടിയില്ലേ? മോസിനെയൊക്കെ നമ്മൾ ബ്രയോഫൈറ്റ്സ് ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവയെ പറ്റിയുള്ള പഠനത്തെ നമ്മൾ എന്തെന്നും പറയുന്നു? ബ്രയോളജി എന്നും പറയുന്നു. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ബുക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഈസ് റിട്ടൺ ബൈ. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ്? എല്ലാവർക്കും അറിയാം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എഴുതിയത് ആരാന്നുള്ളത് ചോദിക്കാൻ പോലും ഇല്ല. ആരാണ്? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയ പുസ്തകമാണ് ഇതെന്ന് പറയുന്നത്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഈ സെറ്റിലെ അവസാനത്തെ ചോദ്യം, ദ അപ്പർ പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഈസ് കോൾഡ്. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ടിന്റെ അപ്പർ പാർട്ടിൽ, അതായത് മൂക്കാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്, മൂക്കില് സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവയുടെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോസ് ഹെയർ എന്നൊന്നും ആരും പറയരുത്, നോസ് ഹെയർ അല്ല. നോസ് ഹെയറിനോടൊപ്പം തന്നെ അതുപോലത്തെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പ്രൊജക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാവാറുണ്ട്. മൈക്രോസ്കോപ്പിക് പ്രൊജക്ഷൻസ് ആണ് അതെന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനൊന്നും പറ്റില്ല. മൈക്രോസ്കോപ്പിക് ഹെയർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂക്കസിന്റെ മൂവ്മെന്റും അതുപോലുള്ള കുറെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരെന്താണ്? സീലിയ എന്നാണ്. ഇതും ഞാൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ചോദ്യമാണ്. സോ അതും എന്ത് ചെയ്ത് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. ദ അപ്പർ പാർട്ട് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് പ്രൊവൈഡഡ് വിത്ത് സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് സീലിയ, CILA. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സോറി MTSന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ GK ലെവലൊക്കെ 10th ലെവലിൽ നോക്കിയാൽ പോരെ? ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യം, CGLലും CHSലും MTSനും GK ലെവലിൽ ഒരു പറയത്തക്ക വ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല. നിങ്ങളും ഈ പറയുന്ന പോലെ, ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് കണ്ടിട്ട് അതാണ് എനിക്കും വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വയം എന്ത് ചെയ്യും? നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഡിഫറൻസ് ഉണ്ടോ നിങ്ങൾ സ്വയം ഒന്ന് സ്പോട്ട് ചെയ്യാൻ നോക്കുക. ഞാൻ നോക്കിയിട്ട് എനിക്ക് യാതൊരു വ്യത്യാസവും MTSന്റെയോ CGLന്റെയോ CHSLന്റെയോ ചോദ്യപേപ്പറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. GK പാർട്ടാണ് ഞാൻ പറയുന്നത്. QAയിലും റീസണിങ്ങിലും മാറ്റങ്ങൾ ഉണ്ടാവാം. QA നമ്മൾ എടുക്കുമ്പോൾ CGLും CHSLും ഒക്കെ പ്രിലിംസ് ഒക്കെ പേരക്കുറെ ലെവലാണ്. MTSനൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളത്. പക്ഷേ GK സെയിം ആണ്. അതുകൊണ്ട് തന്നെ GK നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യുക? ഒരേപോലെ തന്നെ അങ്ങ് പഠിക്കുക. അല്ലാതെ മാറി മറിഞ്ഞോ പഠിക്കാനുള്ള എന്തില്ല, യാതൊന്നുമില്ല. അപ്പൊ നമ്മൾ 5 ചോദ്യങ്ങൾ പഠിച്ചു. നമുക്ക് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കോൾ മൈനുകളിൽ സ്ഫോടനം ഉണ്ടാക്കുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? മീഥെയ്ൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഒപ്പം തന്നെ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം മീഥെയ്ൻ ആണെന്ന് പറഞ്ഞു. മാർഷ് ഗ്യാസ് എന്നും ഡാമ്പ് ഗ്യാസ് എന്നും അറിയപ്പെടുന്നത് മീഥെയ്ൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ പലയിടത്തും ഫ്യൂവൽ ആയിട്ട് പെട്രോളത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടെന്നും നമ്മൾ പറഞ്ഞു. അടുത്തത് ബ്ലൂ റെവല്യൂഷന്റെ പിതാവ് ഫിഷുമായി റിലേറ്റഡ് ആയിട്ടുള്ള റെവല്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഹീരാലാൽ ചൗധരിയാണ് അതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. വളരെ പുരാതനമായിട്ടുള്ള ഇന്ന് നിലനിൽക്കുന്ന മോസുകൾ പോലെയുള്ള പ്ലാന്റിനെ പറ്റിയുള്ള പഠനത്തെ ബ്രയോഫൈറ്റ്സ് ഫാമിലിയിൽ വരുന്നു, ബ്രയോളജി ആണെന്ന് പറഞ്ഞു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബ്ലാക്ക് ഹോളുകളെ പറ്റി വളരെ ആധികാരികമായി പഠിച്ചിട്ടുള്ള, അതിൽ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു. റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കാണുന്ന ചെറിയ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പറഞ്ഞു? സീലിയ എന്ന് വിളിക്കുമെന്നും പറഞ്ഞു. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ഐൻസ്റ്റൈൻ വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ. ആൽബർട്ട് ഐൻസ്റ്റൈൻ ജർമ്മൻ സയന്റിസ്റ്റ് ആണ്. CHSL ചോദിച്ച ചോദ്യം ഏതായിരുന്നു? ആൽബർട്ട് ഐൻസ്റ്റൈന്റെ രാജ്യം ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരുന്നത്? നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആൽബർട്ട് ഐൻസ്റ്റൈന് നോബൽ സമ്മാനം ലഭിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോബൽ സമ്മാനം ഐൻസ്റ്റൈൻ ലഭിക്കുന്നത് 1921 നോബലാണ്. പിന്നെ 22 കിട്ടുന്നത്. അത് ആവശ്യമില്ല. 1921 നോബലാന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മളെല്ലാവരും ചാടിക്കയറി തെറ്റിക്കുന്ന ഒരു ഉത്തരമാണ്. ഐൻസ്റ്റൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെ, ആപേക്ഷികതാ സിദ്ധാന്തമാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഐൻസ്റ്റൈന് നോബൽ സമ്മാനം ലഭിക്കുന്നത് ഒരിക്കലും ആപേക്ഷികതാ സിദ്ധാന്തത്തിനല്ല. പകരം തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും പിന്നെ ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെയാണ് എന്ത് ചെയ്യുന്നത്? ഐൻസ്റ്റൈൻ അത് കൊടുക്കുന്നത്. അപ്പോൾ തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന്റെ ആ ഒരു തിയറി പ്രൂവ് ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് ടൈം എന്നുള്ള രീതിയിലും എന്ത് ചെയ്തിട്ടാണ് ഐൻസ്റ്റൈൻ എന്ത് ചെയ്യുന്നത്? 1921 നോബൽ സമ്മാനം കൊടുക്കുന്നത്. ഓർത്തിരിക്കുക. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം? താഴെ പറയുന്നവയിൽ തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങൾ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസിന്റെ അസുഖങ്ങൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ എന്തെങ്കിലും ഒരു കോഡാക്കി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സെറ്റാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, അത് മറക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ഇതൊക്കെ ഈ ഞാൻ ലിസ്റ്റ് തന്നിട്ടുള്ള എല്ലാം എന്താണ്? വൈറസ് അസുഖങ്ങളാണ്. ഇതിലെ എല്ലാ വൈറസ് അസുഖങ്ങളും പല തവണ താഴെ തന്നിട്ടുള്ള ഇതേപോലെ തന്നെ ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വൈറസ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ചോദിക്കും. അപ്പോൾ ഈ വൈറസിന്റെ അസുഖങ്ങളെല്ലാം കൂടി ഞാനൊരു ചെറിയ കോഡ്, ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലൊരു കോഡ് ഉണ്ടാക്കിയതാണ്. നല്ലതാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്ന കോഡ് ഇതാണ്. ഡോക്ടർ ഷീവാസ് മധ്യപ്രദേശിലെ
ചീഫ് മിനിസ്റ്റർ ആയ കഥയാണ് ഞാൻ പറയുന്നത്. ഷിവാസ് എന്നൊക്കെ പറയുമ്പോൾ പലർക്കും പലതും ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡോക്ടർ, ഇവിടെ ഷിവാസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെന്ന് ആലോചിക്കുക. ഡോക്ടർ ഷിവാസ് എന്ന് പറയുന്ന വ്യക്തി എന്തായി? മധ്യപ്രദേശിലെ ചീഫ് മിനിസ്റ്റർ ആയ കഥയാണ് എന്ത് ചെയ്യാനുള്ളത്, എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അതിപ്പോൾ എന്താ ആ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ആദ്യത്തെ അക്ഷരം ഞാൻ നല്ല കട്ട ചുവപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചുവപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് മനസ്സിലാവും. ഡെങ്കി ഫീവർ. D4 എന്താണ്? ഡെങ്കി ഫീവർ. R എന്താണ്? റാബീസ്. ഡെങ്കി ഫീവർ പരത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്തിയാണ് അല്ലെ. ശുദ്ധജലത്തിൽ വളരുന്ന കൊതുകായിട്ടുള്ള ഈഡിസ് ഈജിപ്തിയാണ് എന്ത് ചെയ്യുന്നത്? ഡെങ്കി ഫീവർ പരത്തുന്നത്. R4 എന്താണ്? റാബീസ് ആണ്. C എന്താണ്? ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് കോസിംഗ് വൈറസ് ഏതാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന വൈറസ് ആണ് എന്തുണ്ടാക്കുന്നത്? ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത്. ആൻഡ് H എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ആണ്. I എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസയാണ്. V എന്ന് പറയുന്നത് വി ആയിട്ടും ഇ ആയിട്ടും ഓർക്കണം, വൈറൽ എൻസെഫാലൈറ്റിസ് ആണ്. എൻസെഫാലൈറ്റിസ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. A4 എയ്ഡ്സ് ആണ്. S4 ഇന്നില്ല എങ്കിലും സ്മോൾ പോക്സ് ആണ്. സ്മോൾ പോക്സിന് കാരണമാവുന്ന വൈറസ് വേരിയോള വൈറസ് ആണ്. അതും എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും ചോദിക്കാറില്ല കേട്ടോ. ഞാൻ എല്ലാത്തിൻ്റെയും വൈറസിന്റെ പേരെന്താ കൊടുക്കാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് മാത്രം എന്ത് ചെയ്തതാണ്, ഞാൻ ഇതിൽ ആഡ് ചെയ്തതാണ്. കാരണം എല്ലാത്തിൻ്റെയും കോസിംഗ് വൈറസ് ഒന്നും എന്ത് ചെയ്യാറില്ല, എപ്പോഴും ചോദിക്കാറില്ല. പക്ഷേ ചിലത് എന്ത് ചെയ്യാറുണ്ട്, എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചിക്കൻ ബോക്സ്, അതുപോലെ തന്നെ സ്മോൾ പോക്സ്. ഇനി ഒന്നുകൂടി ഉണ്ട്, കോമൺ കോൾഡിന് കാരണമാകുന്ന റൈനോ വൈറസ്. അതിലോട്ട് നമുക്ക് വരാം. അതുപോലെ M4 മീസൽസ് ആണ്. P4 പോളിയോ ആണ്. C കോമൺ കോൾഡ് കോസിംഗ് ഓർഗാനിസം റൈനോ വൈറസ് ആണ്. M അഗൈൻ എന്താണ്? മംസ് ആണ്. അപ്പൊ M ൽ 2 ഉണ്ട്, മംസും ഉണ്ട്, മീസിലും ഉണ്ട്. അപ്പൊ അതിന് ഓർക്കാൻ ഞാൻ എന്താ പറഞ്ഞ, ഡോക്ടർ ഷിവാസ് മധ്യപ്രദേശിലെ CM ആയിരുന്നു എന്ന് ഓർത്തിരിക്കുക. D4 ഡെങ്കി, R4 റാബീസ്, C4 ചിക്കൻ ബോക്സ്, H4 ഹെപ്പറ്റൈറ്റിസ്, I4 ഇൻഫ്ലുവൻസ, V4 വൈറൽ എൻസെഫാലൈറ്റിസ്, A4 എയ്ഡ്സ്, S4 സ്മോൾ പോക്സ്, M4 മീസൽസ്, P4 പോളിയോ ആൻഡ് C4 കോമൺ കോൾഡ് ആൻഡ് M4 എന്താണ്? മംസ് ആണെന്ന് ഓർത്തിരിക്കുക. ഇതിങ്ങനെ എഴുതുക. ഒരു 2 വട്ടമൊക്കെ കോഡ് ഒരു ഇമ്പോസിഷൻ പോലെ തന്നെ നിങ്ങൾ എഴുതി പഠിച്ചോ. പിന്നെ മറക്കില്ലാട്ടോ. ഇതിന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഞാൻ 100% ഗ്യാരണ്ടി തരാം. നിങ്ങൾ ഇനി ആരെയൊക്കെ ഈ ക്ലാസ് കാണുന്ന ആർക്കെയിലൊക്കെ ഇതിനകത്ത് നിന്ന് എന്തായാലും മാർക്ക് കിട്ടും. കാരണം ഉറപ്പായിട്ടും ഈ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയി. കാരണം എല്ലാ ഷിഫ്റ്റിലും ഉണ്ടാവാനുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു ഈ വൈറസിന്റെ അസുഖം നമ്മൾ ഈ MTSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സയൻസിലെ ചോദ്യങ്ങൾ വിൽക്കുമ്പോൾ തന്നെ 3 വട്ടം ചോദിച്ചിട്ടുണ്ട്. 3 വട്ടം ഓപ്ഷനിൽ ഉണ്ടായിരുന്ന അസുഖങ്ങൾ വേറെയാണ്, ആൻസറും വേറെയാണ്. പക്ഷെ ചോദ്യം എന്താണ്? സെയിം ആണ്. അതാണ് ആ ചോദ്യത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. ഒരേ ഒരു ചോദ്യം വെച്ചിട്ട് അവർക്ക് 2-3 ഷിഫ്റ്റ് ചോദിക്കാം. ഓപ്ഷൻസ് മാത്രം എന്ത് ചെയ്താൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഡിസീസിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബയോളജി കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുക, ഒപ്പം ഓർത്തിരിക്കുക. ഡോക്ടർ ഷിവാസിന്റെ MPC ഇതുപോലെ ബാക്ടീരിയസിനൊക്കെ നമ്മളവിടെ കോഡ് പറഞ്ഞാണ് അല്ലേ. അതിലോട്ടൊന്നും ഞാൻ ഇനി പോകുന്നില്ല. അപ്പോൾ വൈറസിന്റെ ആൻസർ എന്താണ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. കോഡ് എന്തായാലും കിട്ടിയ സ്ഥിതിക്ക് അതിലുള്ള ഒന്ന് തന്നെയായിരുന്നു എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതുപോലെ 8ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റിച്ചസ്റ്റ് ഇൻ വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ റിച്ചസ്റ്റ് സോഴ്സ് ചോദിക്കുമ്പോൾ എപ്പോഴും ഓപ്ഷനിൽ ഉണ്ടാവുക സിട്രസ് ഫ്രൂട്ട്സ് ആയിരിക്കും അല്ലെ. സിട്രസ് ഫ്രൂട്ട്സ് ആണ് എന്തിൽ റിച്ച് ആയിട്ടുള്ളത്, വൈറ്റമിൻ സിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ആൻസർ ആയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അമ്ലയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതും ഒന്ന് ഓർത്തിരിക്കുക. 9 ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺ. എനിക്ക് തോന്നുന്നു ഞാനിത് എത്ര കാലം പഠിപ്പിക്കുന്നു അത്രയും കാലം ഈ കോഡ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. PEN-RTC എന്ന് പറയുന്ന കോഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാനിത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് നമ്മൾ പറഞ്ഞത്? P4 പ്രോട്ടോൺ, R4 റൂദർഫോർഡ്, E4 ഇലക്ട്രോൺ, T4 തോംസൺ, N4 ന്യൂട്രോൺ, C4 ചാഡ്വിക്. എല്ലാപ്പോഴും അറിയുന്നതാണ്. ഇവിടെ എന്താ ചോദിച്ചേ? ഇലക്ട്രോൺ ആണ്. സോ ആൻസർ എന്താ? JJ തോംസൺ ആണ്. 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഹാവ് ഇറ്റ്സ് SI യൂണിറ്റ് നെയിംഡ് ആഫ്റ്റർ ബ്ലേസ് പാസ്കൽ. ബ്ലേസ് പാസ്കലിനോടുള്ള ബഹുമാനാർത്ഥം ഏത് സംഭവത്തിന്റെ SI യൂണിറ്റിനാണ് പേര് കൊടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബ്ലേസ് പാസ്കൽ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. എന്താണ്? പാസ്കൽ. പാസ്കൽ എന്തിന്റെ SI യൂണിറ്റ് ആണ്? പാസ്കല് പ്രഷറിന്റെ, മർദ്ദത്തിന്റെ SI യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ പാസ്കൽ എന്ന് പറയുന്നത്. ഒരു പാസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. അതും ചോദിക്കാറുണ്ട്. 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഇതെന്ന് പറയുന്നത് പാസ്കൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്താണ്? 1 ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. ഇതെല്ലാം അറിയുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ അറിയണം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോ. പാസ്കൽ എന്ന് പറയുന്നത് പ്രഷറിന്റെ യൂണിറ്റ് ആണ്. ഒരു പാസ്കൽ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതിനെ നമ്മൾ ഒറ്റയടിക്ക് എന്തായിട്ട് വിളിക്കുകയാണ്? ന്യൂട്ടൺ എന്ന് വിളിക്കുകയാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും 5 പഠിച്ചേ. കുറെ കാര്യങ്ങൾ എക്സ്ട്രായും കിട്ടിയേ. ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാലോ. ഹൈൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടുന്നത് തിയറി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വൈറസ് നമ്മൾ ഡോക്ടർ ഷിവാസ് മധ്യപ്രദേശിൽ CM ആയ കഥ പറഞ്ഞു. വൈറ്റമിൻ സിയിൽ റിച്ച് ആയിട്ടുള്ള സിട്രസ് ഫ്രൂട്ട്സ് ആയിരിക്കും. അതിന് ആൻസർ അവിടെ ആയിട്ടുണ്ടായിരുന്ന അമ്ലയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച് JJ തോംസൺ ആണ്. പ്രഷറിന്റെ SI യൂണിറ്റ് പാസ്കൽ ആണ്. ഇത് കഴിഞ്ഞ CJയിലും ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അപ്പൊ 10 സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകാലോ. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗനൽ കണ്ടെയ്ൻസ് DNA അപ്പാർട്ട് ഫ്രം ന്യൂക്ലിയസ്.
എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആട്ടോ. ഞാൻ ഈ ഓരോ ചോദ്യത്തിൻ്റെ കൂടെയും എപ്പോഴും ചോദിക്കാറുള്ളതാണെന്ന് പറഞ്ഞ് വെറുപ്പിക്കുകയല്ല, കാരണം അതൊക്കെ അത്രയും വട്ടം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കാലങ്ങളായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്കറിയാം ന്യൂക്ലിയസിലാണ് എന്ത് കാണപ്പെടുന്നത്, DNA കാണപ്പെടുന്നത്. പക്ഷേ ഈ ന്യൂക്ലിയസിലല്ലാതെ വേറെ ഏത് സെല്ലിന്റെ ഓർഗനൽ എന്ന് വെച്ചാൽ സെല്ലിന് കുറേ പാർട്സ് ഉണ്ടല്ലോ, മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡി, ലൈസോസോം, അങ്ങനെ കുറേ ഉണ്ടല്ലേ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നൊക്കെ പറഞ്ഞ കുറേ ഉണ്ട്. അതിൽ ഏതിലാണ് നമ്മൾ ഈ DNA കാണപ്പെടുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ന്യൂക്ലിയസിലല്ലാതെ DNA കാണപ്പെടുന്ന ഒരേ ഒരു ഓർഗനൽ എന്ന് പറയുന്നത് ഏതാണ്? അത് മറ്റാരുമല്ല, അത് മൈറ്റോകോൺട്രിയാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യം ഇതായിരുന്നു, ന്യൂക്ലിയസിലല്ലാതെ DNA കാണപ്പെടുന്ന സെല്ലിന്റെ ഓർഗനൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയാണ്. മൈറ്റോകോൺട്രിയെ പറ്റി പക്ഷെ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമുണ്ട്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ഏതാണ്? മൈറ്റോകോൺട്രിയാണ്. അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ, ആ ഒരു സെല്ലിന്റെ ശ്വസനത്തെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കോശത്തിന്റെ റെസ്പിറേഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ റെസ്പിറേഷനുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയുടെ പ്രധാന പണി എന്ന് പറയുന്നത് റെസ്പിറേഷൻ എന്ന് പറഞ്ഞു. ഇറ്റ് കൺവേർട്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഇൻടു എനർജി റിച്ച് കോമ്പൗണ്ട് ATP. ATPയുടെ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു കോശം എനർജി സ്റ്റോർ ചെയ്യുന്നത്. അത് ചോദിക്കാറുണ്ട്. എനർജി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ATP. മൈറ്റോകോൺട്രിയൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് എന്തായിട്ടാണ്? ATP ആയിട്ടാണ്. ATPയുടെ ഫുൾ ഫോം അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് മൈറ്റോകോൺട്രിയയെ പറ്റി പഠിച്ചത്? മൈറ്റോകോൺട്രിയയിലാണ്, ന്യൂക്ലിയസിൽ മാത്രമല്ലാതെ DNA. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയസിലാണ് DNA ഉള്ളത്. ന്യൂക്ലിയസിലല്ലാതെ പിന്നെ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മൈറ്റോകോൺട്രിയാണ്. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്നത്, റെസ്പിറേറ്ററി സൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നറിയപ്പെടുന്നത്, എനർജി സ്റ്റോർ ചെയ്യുന്നത് ഏത് രൂപത്തിലാണ്? ATPയിലാണ്, അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നും എന്ത് ചെയ്യുക? ഓർക്കുക. സെറ്റ് അല്ലേ? സെല്ലിലെ ഈ ഒരു ഓർഗനലിനെ പറ്റി മനസ്സിലായില്ലേ? അടുത്തത് 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഫൗണ്ട് ഇൻ വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാൻസർ? അതിലോട്ട് പോകുന്നതിന് മുമ്പ് സെല്ലിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഹാഫ് ആൻ അവർ ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം, അത് കാണാൻ ട്രൈ ചെയ്യാം കേട്ടോ. അതിൽ അത്യാവശ്യം സെല്ലിനെ പറ്റി അറിയേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 12ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഫൗണ്ട് ഇൻ വാട്ടർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്യാൻസർ? താഴെ പറയുന്നവയിൽ വെള്ളത്തിൽ കാണുന്ന ഏത് എലമെന്റ് ആണ് ക്യാൻസർ റെസ്പോൺസിബിൾ ആവുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. കുറേ എണ്ണം ഉണ്ടെങ്കിൽ കൂടി ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഏറ്റവും ഇതിൽ മുന്തി നിൽക്കുന്നതുമായിട്ടുള്ള ക്യാൻസർ കോസിംഗിൽ ഏറ്റവും എന്താ പറയുക, ഏറ്റവും മുന്തി നിൽക്കുന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹാർംഫുൾ ഇഫക്ട്സ് ഉള്ളതുമായിട്ടുള്ള എലമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആഴ്സനിക് എന്ന് പറയുന്നത് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. 13, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ സിവിയർ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻസ്? പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡെഫിഷ്യൻസി ഡിസീസസ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ക്വാഷിയോർക്കോർ ആണ്. ഇത് ഞാൻ ഡെഫിഷ്യൻസി ഡിസീസ് വീണ്ടും ഡിസ്കസ് ചെയ്യാത്ത കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു വൈറ്റമിൻ A, B, C എന്ന് പറഞ്ഞ എല്ലാം ഞാനൊരു വലിയ ലിസ്റ്റ് തന്നെ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ വീണ്ടും ബോറടിപ്പിക്കുന്നില്ല, കാണാത്തവർ എന്ത് ചെയ്യുക, അതൊന്ന് കാണാം. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ഏതാണ്? ക്വാഷിയോർക്കോർ ആണെന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. 14, വിച്ച് ഓഫ് ദ ഫോളോയിങ് അയോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഹാർഡ്നെസ് ഓഫ് വാട്ടർ? വെള്ളത്തിന് എന്ത് ചെയ്യാറുണ്ട്? ഹാർഡ്നെസ് ഉണ്ടാവാറുണ്ട് അല്ലേ? അത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയുന്നതാണ്, വെള്ളം പൊതുവെ രണ്ട് തരമാണ്. സോഫ്റ്റ് വാട്ടറും എന്തുണ്ട്? ഹാർഡ് വാട്ടർ ഉണ്ട്. ഹാർഡ് വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സോപ്പായിട്ട് എന്ത് ചെയ്യില്ല, പത രൂപീകരിക്കില്ല അല്ലെ? സാധാ വെള്ളമാണെങ്കിൽ പത വരും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സോളുബിൾ സാൾട്സിന്റെ പ്രസൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം എന്തായിട്ട് മാറുന്നത്? ഹാർഡ് വാട്ടർ ആയിട്ട് മാറുന്നത്. അതില്ലെങ്കിൽ എന്താ, സാധാരണ പോലെ നമ്മുടെ വെള്ളമായിട്ട് മാറും. അപ്പൊ ആ സോളുബിൾ സാൾട്സ് ഏതാണ് എന്നാണ് ബേസിക്കലി എന്ത് ചെയ്തിരിക്കുന്നത്, ഇവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ഉണ്ടാവുന്ന ഏതാണ്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അയോൺസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാവുന്നത്. 15, ഹു ഇസ് ദ ഇൻവെന്റർ ഓഫ് ഡൈനാമൈറ്റ്? എല്ലാവർക്കും അറിയാം, നോബൽ പുരസ്കാരത്തിന് കാരണമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഏതെന്ന് പറയുന്നത്? ഡൈനാമൈറ്റ് എന്ന് പറയുന്ന നോബൽ പുരസ്കാരം ഏർപ്പെടുത്തിയ ആൽഫ്രഡ് നോബൽ തന്നെയാണ് അല്ലെ. ഡൈനാമൈറ്റ് അദ്ദേഹം ഉദ്ദേശിച്ച് ഒരു രീതിയിലും അല്ലാതെ മനുഷ്യരാശിയെ കൊന്നൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതിൽ മനംനൊന്ത് ശാസ്ത്രത്തിന്റെ പുരോഗതിക്കും അതിനും വേണ്ടി താൻ കണ്ടുപിടിച്ചൊരു വസ്തു അല്ലെങ്കിൽ അത്തരത്തിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിൽ മനംനൊന്ത് തന്റെ മുഴുവൻ സമ്പാദ്യവും, ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചതിലൂടെ തനിക്ക് കിട്ടിയ മുഴുവൻ സമ്പാദ്യവും ശാസ്ത്രത്തിന്റെ പുരോഗതിക്കായി ജനങ്ങളിലേക്ക് എത്തുന്നതിനായി നോബൽ സമ്മാനം എന്ന് പറയുന്ന ഒരു പുരസ്കാരം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ച ആ ഒരു പ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്? ഡൈനാമൈറ്റ് കണ്ടുപിടിച്ച ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്നത്. അപ്പൊ വീണ്ടും 5 പഠിച്ച് കൂടെ കുറെ എക്സ്ട്രാ ഫാക്ട്സും കിട്ടിയേ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ന്യൂക്ലിയസിലല്ലാതെ DNA കാണുന്ന സ്ഥലം മൈറ്റോകോൺട്രിയ. ക്യാൻസറിന് കാരണമാകുന്ന എലമെന്റ് വേറെ ഉണ്ട്, ഞാൻ ഓപ്ഷൻ ഉള്ളത് പറയാണ്. ഏറ്റവും എന്താ പറയാ വാലിഡ് ആയിട്ടുള്ള ആൻസർ പറയാണ്, ആഴ്സനിക് ആണ്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖം ക്വാഷിയോർക്കോർ ആണ്. വെള്ളത്തിന്റെ ഹാർഡ്നെസ്സിന് കാരണമാവുന്ന കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും അയോൺസ് ആണ്. ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ആൽഫ്രഡ് നോബൽ ആണ്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോട്ടെ. നമ്മുടെ ചോദ്യം 16ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വൈറ്റമിൻ ഈസ് റിലേറ്റഡ് ടു ഓസ്റ്റിയോപോറോസിസ്? ഇതൊരു
അസുഖമോ അവസ്ഥയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് ഏതാണ് വൈറ്റമിൻ എന്നുള്ളതാ. ഇവിടേക്കാണ് നമ്മുടെ കോമൺ സെൻസ് നമുക്ക് വരേണ്ടത്. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അറിയണം, ഓസ്റ്റിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ഥിയെ പറ്റിയുള്ള പഠനമാണ്. ഞാൻ അസ്ഥി എന്നൊക്കെ പറഞ്ഞ് ബോൺസിനെ പറ്റിയുള്ള പഠനമാണ് അല്ലെ, ഓർക്കാൻ പറഞ്ഞാണ്. അസ്ഥി എന്നൊക്കെ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ എവിടേക്കോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് കോഴ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓസ്റ്റിയോളജി അസ്ഥിയെ പറ്റിയുള്ള പഠനമാണ്. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്ഥിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ് വൈറ്റമിൻ? നമുക്കറിയാം എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും ഉപകാരമുള്ള വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ വൈറ്റമിൻ ഡി അഥവാ കാൽസിഫെറോൾ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന, അല്ലെങ്കിൽ സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്ന, ഞാൻ ഓർക്കാൻ പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് വൈറ്റമിൻ ഡി. അപ്പൊ ഡി എന്ന് ഓർക്കാനാണ് പറഞ്ഞിട്ട്. എന്നാൽ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, മറ്റൊരു ചോദ്യമാണ്, സൂര്യനിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടാത്ത വൈറ്റമിൻ ഏത് എന്ന് ചോദിക്കാറുണ്ട്. അതിനെല്ലാം ആൻസർ എന്ത് തന്നെയാണ്? നമ്മുടെ വൈറ്റമിൻ ഡി തന്നെയാണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് കാൽഷ്യം നമുക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് കാൽസിഫെറോൾ എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. വൈറ്റമിൻ ഡി ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കാൽഷ്യം അബ്സോർപ്ഷനും എന്ത് വേണം? ഈ വൈറ്റമിൻ ഡി വേണം. ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? റിക്കറ്റ്സും ഓസ്റ്റിയോമലാഷ്യ എന്ന് പറയുന്ന അസുഖം ഉണ്ടാവുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ഓർത്തു വെക്കുക. വൈറ്റമിൻ ഡിയെ പറ്റി പറഞ്ഞത് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുമ്പോൾ എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിനുള്ള ഓസ്റ്റിയോപോറോസിസ് ഒരു അവസ്ഥയാണ്. ഓസ്റ്റിയോ എന്നുള്ള വാക്കിൽ നിന്ന് എല്ലാണെന്ന് കിട്ടണം. കാരണം നമ്മൾ ഓസ്റ്റിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലിനെ പറ്റിയുള്ള പഠനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി അത് വൈറ്റമിൻ ഡി ആവണം. വൈറ്റമിൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസിഫെറോൾ ആണ്. എല്ലും പല്ലും കണക്കിന് അവിടെ നിന്ന് കാൽഷ്യം കിട്ടും. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലഭിക്കുന്ന വൈറ്റമിൻ ആണ്. കാൽഷ്യം അബ്സോർപ്ഷൻ നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ആണ്. ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് മനുഷ്യന് റിക്കറ്റ്സ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഓസ്റ്റിയോമലാഷ്യ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. അതൊക്കെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാനും നിൽക്കുന്നില്ല. അറിയാത്ത കാര്യം പറയാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും. പക്ഷേ ആ ഓസ്റ്റിയോ എന്നുള്ള വാക്ക് ചിന്തിക്കാൻ പറ്റും. ഇത്രയും നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? പകർച്ചവ്യാധി ഏതാണെന്നുള്ളതാണ്. ആൻസർ ഏതാണ്? മീസൽസ് ആണ്. ഏതായാലും നിങ്ങൾക്ക് അത് നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതേ ഉള്ളൂ. 18ാമത്തെ ചോദ്യം, വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ വെൻ ആൻ ഒബ്ജക്ട് പ്ലേസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്? പോളിനും ഫോക്കസിനും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് വിൽ ബി ദ സൈസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ കോൺകേവ് മിറർ വെൻ ആൻ ഒബ്ജക്ട് പ്ലേസ് ബിറ്റ്വീൻ പോൾ ആൻഡ് ഫോക്കസ്? പോളിനും ഫോക്കസിനും ഇടയിൽ ഒബ്ജക്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന ആ ഒരു ഇമേജിന്റെ രൂപം എന്തായിരിക്കും? ഇത് ഡിമിനിഷ്ഡ് ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും? അങ്ങനെയാണ് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഞാൻ വൈകാതെ ചെയ്യാട്ടോ. ഞാൻ അതിന്റെ ലിസ്റ്റിലുള്ളതാണ്. ഇത് പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഈ ലെൻസിന്റെ നമ്മളെ പൊസിഷൻ അനുസരിച്ച് ഇമേജസ് എങ്ങനെയാണ് വരിക, എന്താണെന്നുള്ളത് ഞാൻ വൈകാതെ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്ത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കി. ഒരു കോൺകേവ് മിറർ ഉണ്ടാക്കുന്ന ഇമേജ് പോളിനും ഫോക്കസിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? അത് എൻലാർജ്ഡ് ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കി. ബാക്കി ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ നമുക്കൊരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്തു തരാം. അടുത്തത് 19ാമത്തെ ചോദ്യം, വാട്ട് കോമ്പിനേഷൻ ഓഫ് പാറ്റേണൽ ക്രോമസോം റിസൾട്ട്സ് ഇൻ എ ഫീമെയിൽ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അച്ഛൻ, അമ്മ എന്നീ രണ്ട് ഉണ്ടെങ്കിലും പണ്ട് കാലത്ത് ജനിക്കുന്ന പെൺകുഞ്ഞ് പണ്ടുണ്ടായിരുന്നല്ലോ അല്ലേ? പെൺകുട്ടി എന്ന് വെച്ചാൽ മോശം എന്നൊക്കെ കൺസിഡർ ചെയ്യുന്ന, ഇപ്പോഴും കുറെ പേരൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു രീതിയിലേക്ക് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, ശാസ്ത്രം അറിയുന്നവർക്കറിയാം, സയൻസ് അറിയുന്നവർക്കറിയാം, ഒരു കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കുന്നത് ആരുടെ ക്രോമസോമാണ്? അമ്മയുടെ ക്രോമസോം അല്ല, അച്ഛന്റെ ക്രോമസോമാണ്. പാറ്റേണൽ ക്രോമസോം ആണ്. എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ആ ക്രോമസോം വർക്ക് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് 23 പേര് ക്രോമസോമാണ് ഉള്ളത് അല്ലെ? 23 പേര് അഥവാ 46 ക്രോമസോമാണ് ഉള്ളത്. ആണിനും പെണ്ണിനും ഒരുപോലെ എത്ര എണ്ണം തന്നെ ഉണ്ട്? 46 ഉണ്ട്. എണ്ണം സെയിം ആണ്, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മെയിൽ ക്രോമസോം എന്ന് പറയുമ്പോൾ, സെക്സ് ക്രോമസോം എന്ന് പറയുമ്പോൾ XY ആണ്. 44 ക്രോമസോമും ഓട്ടോസോംസും, പിന്നുള്ളത് എന്താണ്? XY എന്ന് പറയുന്ന രണ്ടെണ്ണാണ്. പെണ്ണിനാണെങ്കിൽ അത് എങ്ങനെയാണ്? സ്ത്രീക്കാണെങ്കിൽ എങ്ങനെയാണ്? 44 + XX ആണ്. അപ്പോ നിങ്ങൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, എഗ് എന്ന് വരുന്നത് ഇപ്പം ഈ XYയും XX ഉണ്ട് അല്ലെ? എഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫീമെയിൽ ആണ് അല്ലെ? സ്പേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മെയിൽ ആണ്. അപ്പൊ എഗ്ഗിൽ നിന്നും X വന്നു. മാനിനെ സംബന്ധിച്ചിടത്തോളം, മെയിലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ X വരാം, അല്ലെങ്കിൽ Y വരാം. പക്ഷെ മെയിലിൽ നിന്ന് വരുന്നത് X തന്നെയാണെങ്കിൽ എന്താ വരുന്നത്? XX ആയിരിക്കും. ആൻഡ് ദ ബേബി വിൽ ബി എ ഫീമെയിൽ ബേബി ഗേൾ അല്ലെ? ഫീമെയിൽ ബേബി എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ പോലെ പോട്ടെ, കാര്യമില്ല. അതുപോലെ നേരെ തിരിച്ച് സംഭവിച്ചാൽ എഗ് ഫീമെയിൽ ആണ് നമുക്കറിയാം, സ്പേം അതുപോലെ മെയിൽ ആണെന്ന് നമുക്കറിയാം. ഫീമെയിലിൽ എന്ത് മാത്രമേ വരാനുള്ളൂ? അവിടെ ഓപ്ഷൻ ഒന്നുമില്ല. അവിടെ എന്തേ വരൂ? അവിടെ XA വരും. അവിടെ നിന്ന് X വന്നു. സ്പേം എന്ന് പക്ഷേ മെയിൽ പാർട്ടിൽ നിന്ന് എന്ത് വന്നു? Y വന്നു കഴിഞ്ഞാൽ അത് എന്താവും? XY ആവും. ആൻഡ് ഇറ്റ് വിൽ ബി എ ബേബി ബോയ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടുന്ന കാര്യം. ദ സെക്സ് ഓഫ് ദ ന്യൂ ബോൺ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാദേഴ്സ് ക്രോമസോം. അച്ഛന്റെ പാറ്റേണൽ ക്രോമസോം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കുഞ്ഞിന്റെ ജെൻഡർ തീരുമാനിക്കപ്പെടുന്നതിൽ എന്തില്ല? സ്ത്രീക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് യാതൊരു റോളും ഇല്ല എന്ന് മനസ്സിലാക്കുക.
അപ്പോൾ സെക്സ് ക്രോമസോം ആണ് ഒരു ഓർഗാനിസത്തിന്റെ, ഒരു ജീവിയുടെ സെക്സ് തീരുമാനിക്കുന്നത്. അത് മൊത്തം നമുക്കറിയാം 46 അതിൽ 2 44+2 XY ആണെങ്കിൽ അത് മെയിലും XX ആണെങ്കിൽ അത് ഫീമെയിലും ആണ്. അതുകൊണ്ട് തന്നെ ഒരു നവജാത ശിശുവിന്റെ അല്ലെങ്കിൽ ഏതൊരു ഓർഗാനിസത്തിന്റെയും ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത് ആരുടെയാണ്? അച്ഛന്റെ ക്രോമസോം ആണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇനി ഞാനിപ്പോൾ ഇതിൽ കുറേ സ്ലൈഡ്സ് ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ ഈ എക്സ്ട്രാ സ്ലൈഡ്സ് ഇടുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതൊന്നുമല്ല. ഈ വൈറ്റമിൻ ഡിയുടെ ആയാലും സെക്സ് ക്രോമസോം ആയാലും ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് വാട്ടർ, മൈറ്റോകോൺട്രിയ, ഇവയെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ബയോളജി ക്ലാസ്സിലും അതുപോലെ തന്നെ ഫിസിക്സ് ക്ലാസ്സിലും ഓരോന്നിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ലൈഡ്സ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവിടെ ഞാൻ ഇങ്ങോട്ട് എടുത്തിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. സയൻസിന്റെ കംപ്ലീറ്റ് കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ വെബ്സൈറ്റിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ പറയുന്ന ഏത് സബ്ജക്റ്റിനെയും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി എല്ലാത്തിനും ഉണ്ട്. നിങ്ങൾ ഈ നമ്പറിലോട്ട് എന്ത് ചെയ്താൽ മതി, എനിക്കൊന്ന് ആ സബ്ജക്റ്റിന്റെ പേര് വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ കാര്യം ചെയ്താൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ അതും പഠിച്ചു, ആ ചോദ്യം പഠിച്ചു. വാട്ട് കോമ്പിനേഷൻ ഓഫ് പാറ്റേണൽ ക്രോമസോം റിസൾട്ട്സ് ഇൻ എ ഫീമെയിൽ? ആൻസർ എന്താ വരേണ്ടത്? പാറ്റേണൽ ക്രോമസോം ഏതാണ് ഫീമെയിലിന് കാരണമാവുന്നത്? XX ആണോ XY ആണോ? ഏത് വരണം? ഫീമെയിൽ ആവണമെന്നുണ്ടെങ്കിൽ XX വരണം, മെയിൽ ആവണമെന്നുണ്ടെങ്കിൽ XY വരണം, അല്ലേ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസ് കോസസ് റാൻസിഡിറ്റി ഇൻ ഫുഡ് പ്രോഡക്റ്റ്? റാൻസിഡിറ്റി, ഫുഡ് പ്രോഡക്റ്റിന് റാൻസിഡിറ്റിക്ക് കാരണമാകുന്ന ഗ്യാസ് ഏതാണ് എന്നാണ് ഇന്ത്യയിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഈ ട്രോളുകളൊക്കെ വരാറുള്ളതാണ്, ലേസിന്റെ പാക്കറ്റ് അതിനകത്ത് ഫുൾ എയർ ആണ്, ചിപ്സ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ബേസിക്കലി ആ ഫുഡ് കേട് കൂടാതെ സൂക്ഷിക്കാൻ കാരണമാകുന്നത് അതിനകത്ത് എയർ ആണ്. അത് നമുക്ക് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ലേസിനകത്തും ഈ ബിങ്കോക്കകത്തും ഈ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ പ്രധാനമായും അത്തരം വസ്തുക്കകത്തെല്ലാം ഈ എയർ ഫില്ല് ചെയ്തിരിക്കുന്നത്, എയർ ഫില്ല് ചെയ്യുന്നതാണ് അവർ. അത് എന്ത് വായുവാണെന്നറിയോ? അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഫില്ല് ചെയ്യുന്നത് നൈട്രജൻ ആണ്. കാരണം നൈട്രജൻ ഒരു കൈൻഡ് ഓഫ് ഇനേർട്ട് ഗ്യാസ് ആണ്. അത് എന്ത് ചെയ്യില്ല, അത് ഇതുമായിട്ടൊന്ന് റിയാക്ട് ചെയ്ത് അവിടെ ഒരു ബാഡ് ടേസ്റ്റ് ഒന്നും നടക്കില്ല. ഈ റാൻസിഡിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ഈ പാലക്കാട് ഏരിയയിൽ ചിക്കുചൂര് എന്ന് പറയും. അത് നിങ്ങൾ എങ്ങനെയാ പറയാന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിക്ക് എന്നാണ് പറയുക. അത് ഓരോ സ്ഥലത്തോടെ നമ്മൾ ഈ വളിച്ച മണം എന്നല്ല, എണ്ണ പഴകുമ്പോൾ നമുക്കൊരു ഒരു ഒരു മണം വരില്ല. അതിനെയാണ് ഞങ്ങൾ ഈ ചിക്ക് ചൂര് എന്നൊക്കെ ഞങ്ങൾ പറയും. ചൂര് എന്ന് വെച്ചാൽ മണമാണ് കേട്ടോ, ഞങ്ങളുടെ ഭാഷയാണ്. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ അത് എപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, ചിക്ക് അടിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ചിക്ക് ചിലപ്പോൾ കോമൺ ആയിരിക്കാം, ചിക്ക് ചൂര് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. എന്തായാലും ഈ റാൻസിഡിറ്റിക്ക് കാരണമാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. ഇപ്പം നമ്മൾ ആ ഒരു പാക്കറ്റിനകത്ത് സാധാരണ പോലെ നമ്മൾ ചുമ്മാ പാക്ക് ചെയ്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ എന്തുണ്ടാവും, അതിൽ ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജൻ ഒരിക്കലും ഒരു ഇനേർട്ട് ആയിട്ടുള്ള ഗ്യാസ് അല്ല, ഓക്സിജൻ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസ് ആണ്. അത് റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ എന്തുണ്ടാവുന്ന ആ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ ആ ഒരു ഫുഡിന് ബാഡ് ടേസ്റ്റോ കൊടുക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് ഈ മാനുഫാക്ചറേഴ്സ് ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത്. നൈട്രജൻ ഇനേർട്ട് ആയതുകൊണ്ട് അടങ്ങി ഒതുങ്ങി എന്ത് ചെയ്യലും അതിനകത്ത് ഇരുന്നോളും, അതിനകത്തുള്ള ചിപ്സും എന്ത് ചെയ്തോളും അവിടെ അതുപോലെ ഇരുന്നോളും. അതിനുവേണ്ടി ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അതിനുത്തരം നൈട്രജൻ ആണ്. പക്ഷെ റാൻസിഡിറ്റിക്ക് കാരണമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. കഥ മൊത്തം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്സിജൻ ആണെങ്കിൽ റിയാക്ട് ചെയ്ത് അലമ്പാക്കും, ആ സാധനം ചീത്തയാക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് നൈട്രജൻ ഫില്ല് ചെയ്യണം. കുറേ പേർക്കെങ്കിലും ഇന്ത്യയിലപ്പോൾ ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിയത്. കാരണം നമ്മൾ ഈ കളിയാക്കുമെങ്കിലും അതിന് പുറകിലെ ശാസ്ത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം എന്നുള്ളത് എന്താണ്, എനിക്ക് വളരെ എന്താ പറയുക രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അറിവായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓസ്റ്റിയോപോറോസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് മീസൽസ് ആണ്. ഒരു കോൺകേവ് മിററിൽ പോളിനും ഫോക്കസിനിടയിൽ വെച്ച ഒബ്ജക്റ്റ് എൻലാർജ്ഡ് ആയിരിക്കും. പെറ്റേണൽ ക്രോമസോമിന് കാരണമാവുന്നത് അല്ലെങ്കിൽ ഫീമെയിലിന് കാരണമാവുന്നത് XX അല്ലെങ്കിൽ X ഏതാണോ ഓപ്ഷനുള്ളത് അത് നമുക്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഫുഡ് പ്രോഡക്റ്റിന് കാരണം റാൻസിഡിറ്റിക്ക് കാരണമാവുന്നത് വാതകം ഏതാണ്? ഓക്സിജൻ ആണെന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പൊ 20 പഠിച്ചു. നമുക്ക് 21ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിന്തറ്റിക് കെമിക്കൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓസോൺ ലെയർ ഡിപ്ലീഷൻ? ഓസോൺ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഓസോൺ ലെയറിൽ ഹോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിന് കാരണമാകുന്ന വാതകം ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന വാതകം എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ്. ഏതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ, CFC എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ ഫുൾ ഫോമും ചോദിക്കാറുണ്ട്. CFC ആണ് എന്തായിട്ട് വരുന്നത്, ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമായിട്ട് വരുന്ന വാതകങ്ങളിൽ പ്രധാനി അല്ലെ? പ്രധാനി അതാണ് ഉദ്ദേശിച്ചത്, പ്രധാനി. അപ്പൊ 22ാമത്തെ ചോദ്യം, അമീബ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് കിണം? അയ്യോ, ആൻസർ മാറ്റാൻ മറന്നുപോയി. മൊനീറ, പ്രൊട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ്, അനിമാലിയ എന്ന് പറയുന്നത് നമുക്ക് 5 ഉള്ളത്. അതിൽ അമീബ വരുന്നത് ഏതിലാണ്? പ്രൊട്ടിസ്റ്റയിലാണെന്ന് ഓർക്കുക. 23, ഹു ഇൻവെന്റഡ് പെനിസിലിൻ? പെനിസിലിൻ ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ്. ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിൻ കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യത്തെ ആന്റിബയോട്ടിക് ആണെന്നും എന്ത് ചെയ്യുക, ഒപ്പം തന്നെ ഓർക്കുക. ഇതിലൊന്നും എക്സ്ട്രാ ഒന്നും പറയാനില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറഞ്ഞു പോകുന്നത്. 24ാമത്തെ ചോദ്യം, റോട്ടാ വൈറസ് വാക്സിൻ ഈസ് യൂസ് ടു പ്രിവെന്റ് വിച്ച് ഡിസീസ്? റോട്ടാ വൈറസ് വാക്സിൻ ഏത് അസുഖത്തെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണെന്ന് ചോദിച്ചിരിക്കുന്നത്.
റോട്ടാ വൈറസ് വാക്സിൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രധാനമായും എന്താ ഡയേറിയ പോലത്തെ അസുഖങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റോട്ടാ വൈറസ് വാക്സിൻ കൊടുക്കുന്നത്. നമുക്കറിയാം ഡയേറിയ എന്ന് പറയുന്നത് വേറെയും ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അല്ലേ, പക്ഷേ ഈ റോട്ടാ വൈറസ് കൊണ്ട് പ്രധാനമായും ഉണ്ടാവുന്നത് എസ്പെഷ്യലി കുട്ടികൾ ഉണ്ടാവുന്നതാണ് എന്ന് പറയുന്നത് ഡയേറിയ വൈറലൊക്കെ എന്ന് പറയുന്നത് വളരെ സിവിയർ ആയിട്ടൊക്കെ മാറാറുണ്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ റോട്ടാ വൈറസ് കൊണ്ട് ഉണ്ടാവുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയേറിയ ആണ്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ റോട്ടാ വൈറസിനെതിരെ കൊടുക്കുന്ന വാക്സിൻ തന്നെയാണ് എന്ന് പറയുന്നത് റോട്ടാ വൈറസ് വാക്സിൻ എന്ന് പറയുന്നത്. ആ ചോദ്യത്തിൽ തന്നെ എന്തുണ്ട്, ഉത്തരമുണ്ട്. 25ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വൈറസ്. ഞാൻ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഇട്ടതാണ്. ഡോക്ടർ ശിവാസ് എവിടത്തെ മുഖ്യമന്ത്രി ആയത് എന്ന് ഓർത്തിരിക്കുക. ആ ഡോക്ടർ ശിവാസ് മുതൽ മുഖ്യമന്ത്രി ആയതുവരെ ഒന്ന് കയ്യിലൊന്ന് എണ്ണി നോക്കുക, എല്ലാ അസുഖങ്ങളും കിട്ടിയെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് വരിക. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സെറ്റ് ആയിരിക്കും. കാരണം ഇപ്പം നമ്മൾ പഠിച്ചതേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യില്ല, അത് നിങ്ങൾ മറക്കില്ല. അപ്പോൾ വീണ്ടും 5 പഠിച്ചില്ലേ, നമുക്കൊന്ന് റിവൈസ് ചെയ്യാലോ. ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ക്ലോറോഫ്ലൂറോ കാർബൺസ് ആണ്. അമീബ വരുന്നത് പ്രോട്ടിസ്റ്റയിലാണ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. റോട്ടോ വൈറസ് കാരണമാകുന്നത് ഡയേറിയ അല്ലെങ്കിൽ റോട്ടോ വൈറസ് വാക്സിൻ കൊടുക്കുന്ന ഡയേറിയക്ക് എതിരെയാണ് വൈറസ് കൊണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് മീസൽസ് ആണ്. മീസൽ എവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ 25 ചോദ്യങ്ങൾ പഠിച്ചു, കുറെ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ചെയ്യാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. academisonline.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. അത് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ഈ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇമെയിൽ ഐ ഡി ഉള്ളുവെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് കൊണ്ടുപോകും. അല്ല ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡീസ് ഉണ്ടെങ്കിൽ അതിവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ ഏത് ഇമെയിൽ ഐ ഡി ആണോ നിങ്ങൾക്ക് ആവശ്യം അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കോഴ്സസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇതിലെ എല്ലാ കോഴ്സുകളും RRB SSC ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. ഞാനല്ലാതെ വേറെയും 4ഓളം എഡ്യൂക്കേറ്റേഴ്സ് നമുക്കിപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും ചെയ്യുന്ന ആരായാലും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് മുൻവർഷ ചോദ്യങ്ങൾ നല്ല രീതിയിൽ റെഫർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം തരിക എന്നുള്ള ഒരു ടാർഗറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സസ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ ആവാതെയും എന്നാൽ ആവശ്യമുള്ള പോയിന്റുകൾ മിസ്സാവാതെയുമാണ് നമ്മൾ ഇതിലെ കോഴ്സുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, മാത്സ്, റീസണിംഗ്, കമ്പ്യൂട്ടർ നോളജ്, കറണ്ട് അഫയേഴ്സിന്റെ 2 ഇംഗ്ലീഷ്, അഡ്വാൻസ്ഡ് മാത്സ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിലെ എല്ലാ കോഴ്സുകളും എല്ലാ RRB SSC പരീക്ഷകളും യൂസ്ഫുൾ ആണ്. അതായത് നിങ്ങൾ CHSL ഒരു പാക്കേജ്, MTS ഒരു പാക്കേജ്, NTPC ഒരു പാക്കേജ്, ഗ്രൂപ്പ് ഡിക്ക് ഒരു പാക്കേജ് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. NTPC ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൽ മാത്സും ഇംഗ്ലീഷും ആവശ്യമില്ല. ഗ്രൂപ്പ് ഡിക്ക് ആണെങ്കിലും ഇത് രണ്ടിന്റെയും ആവശ്യമില്ല, ബാക്കി മതിയാവും. നിങ്ങൾ MTSനും അതുപോലെ തന്നെ GD ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് മാത്സിന്റെ ആവശ്യമില്ല, ബാക്കി എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. CGL CHSL ഓറിയന്റഡ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എന്താ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇതിലെ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആവശ്യമുണ്ട്. അപ്പൊ ഇനി ക്ലാസ്സുകൾക്ക് അകത്ത് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് എന്ന് നമുക്കൊന്ന് കയറി നോക്കാം. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു എന്ന് വിചാരിക്കുക. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബട്ടണാണ് കാണാൻ പറ്റുക. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്നിരുന്ന് നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുള്ളതല്ല, എല്ലാ സെക്ഷനിലെയും ആദ്യത്തെ ക്ലാസ്സും ആദ്യത്തെ പരീക്ഷയും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മളെ ഹിസ്റ്ററിയിലെ റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്ന ക്ലാസ് ആണ്. അതാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് അതിൽ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ് നിങ്ങൾ ചുമ്മാ സൈൻ ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം നമ്മൾ എത്രത്തോളം നന്നായിട്ടാണ് എടുക്കുന്നത്, നല്ലതാണോ എന്നൊക്കെ അനലൈസ് ചെയ്ത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങളത് എടുത്താൽ മതി. മാത്രമല്ല അതിൽ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, നമുക്കൊരു എക്സാം ഉണ്ട്. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും ആ ക്ലാസ്സിനെ ബേസ് ചെയ്ത് മുൻവർഷ SSC RRB പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു 10 ചോദ്യങ്ങളുടെ പരീക്ഷ, മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10 ചോദ്യങ്ങളുടെ പരീക്ഷ എന്ത് ചെയ്യും, നിങ്ങൾക്ക് തരും. അപ്പോൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ടോന്നും സ്വന്തമായി നിങ്ങളൊന്ന് കേട്ട കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും എന്തുണ്ടാവും, നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ക്ലാസ്സുകൾ ഒരിക്കൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ പരിപാടി ഒന്നല്ല, 6 മാസം കഴിഞ്ഞാൽ മക്കളെ ഗുഡ് ബൈ, ഇനി നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മെയിലോ കാര്യങ്ങളോ മെസ്സേജോ ഒന്നും നിങ്ങൾക്ക് വരില്ല. ഒരിക്കൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം വാലിഡിറ്റി ലൈഫ് ടൈം ആണ്. അതായത് എത്രത്തോളം കാലം നമ്മുടെ ഈ സർവീസ് ഉണ്ടോ അത്രത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ് ആണ് ലൈഫ് ടൈം സർവീസ്, ലൈഫ് ടൈം വാലിഡിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എല്ലാ കോഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ കോഴ്സായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓരോ കോഴ്സിനും ഓരോരോ പ്രൈസിംഗ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം. അല്ല നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇപ്പോൾ CGL കംപ്ലീറ്റ് കോഴ്സ് ആണ് വേണ്ടത്, CHSL കംപ്ലീറ്റ് കോഴ്സ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് ഒരു പരീക്ഷയ്ക്ക് മാത്രം യൂസ്ഫുൾ ആവുന്ന കോഴ്സ് അല്ല. അങ്ങനെയല്ല, ഇത് എല്ലാ പരീക്ഷയ്ക്കും എന്ത് തന്നെയാണ്, യൂസ്ഫുൾ ആണ്. കാരണം RRBയുടെയും SSCയുടെയും എല്ലാം സിലബസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അതിനുവേണ്ട എക്സ്ട്രാ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതും എന്ത് ചെയ്യാറുണ്ട്, ഞാൻ ഇതിലൊപ്പം തന്നെ പറഞ്ഞു തരാറുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമ്മുടെ കോഴ്സുകളിലോട്ട് ജോയിൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ കാര്യങ്ങളെല്ലാം കൊടുക്കാം. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമെങ്കിൽ അതും നിങ്ങൾ എന്ത് ചെയ്തോളൂ, താഴെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും സൈറ്റിലൊന്ന് കയറി നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓൾസോ കോൾഡ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഒന്നാം തെർമോഡൈനാമിക്സ് നിയമം എന്നുകൂടി താഴെ പറയുന്നവയിൽ ഏതാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാം തെർമോഡൈനാമിക്സ് നിയമം എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണ്. അതായത് ഒരു വസ്തുവിന് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് വരുത്താനും ആ സിസ്റ്റത്തിൽ ബാക്കി വർക്ക് ചെയ്യാനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്ന് സ്റ്റേറ്റ് ചെയ്യുന്ന നിയമമാണ് ഇതെന്ന് പറയുന്നത് ഒന്നാം തെർമോഡൈനാമിക്സ് നിയമം എന്ന് പറയുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇനി ചോദിക്കുകയും ചെയ്യും. ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. ഇത് ഏത് നിയമമാണ്? ഓപ്ഷൻ ഉണ്ടാവും. ഒന്നാം തെർമോഡൈനാമിക്സ് നിയമം, രണ്ടാം തെർമോഡൈനാമിക്സ് നിയമം, ന്യൂട്ടന്റെ വേറൊരു നിയമം, ഇല്ലെങ്കിൽ വേറെ ആരുടെയും ഒരു പേര് എന്നിട്ട് അങ്ങനെ ഒരു നിയമം, അങ്ങനെയൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ അതിലൊന്നും വീണു വരുന്നത് എന്താണ്? ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നത് ഏത് നിയമമാണ്? ഒന്നാം തെർമോഡൈനാമിക്സ് നിയമമാണ്. അത് എന്തിന്റെ മറ്റൊരു വകഭേദം കൂടിയാണ്? ലോ ഓഫ് കൺസർവേഷൻ എനർജിയുടെ മറ്റൊരു വകഭേദം കൂടിയാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 27ാമത്തെ ചോദ്യം, ഓസോൺ ഗ്യാസ് ഈസ് പ്രസന്റ് ഇൻ വിച്ച് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ? ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ഗ്യാസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓസോൺ അല്ലെങ്കിൽ O3 എന്ന് പറയുന്ന ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻസിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അത് അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെയറിലാണുള്ളത്? നമുക്കറിയാം സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അങ്ങനെ കുറേ മിസോസ്ഫിയർ, അയനോസ്ഫിയർ, അങ്ങനെ കുറേ ഉണ്ട് അല്ലെ? അറ്റ്മോസ്ഫിയറിൽ പല പല ലെയറുകളുണ്ട്. അവയുടെ സ്വഭാവം വെച്ച് പലതായി നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിൽ ഏതിലാണ് ഓസോൺ നിൽക്കുന്നത് എന്നുള്ളതാണ് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ നിൽക്കുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തുള്ളത്? ഓസോൺ ലെയർ ഉള്ളത്. നമ്മുടെ പ്രൊട്ടക്ഷനായിട്ട് നിലകൊള്ളുന്ന ഓസോൺ ലെയർ എന്ന് പറയുന്നത്. 28 ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് ഈസ് മെയിൻലി ഡ്യൂ ടു വിച്ച് ഫിനോമിനൻ? ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നുന്നായി നമുക്ക് തോന്നില്ലേ രാത്രി നോക്കുമ്പോൾ? അത് ലൈറ്റിന്റെ ഏത് ഫിനോമിനൻ കൊണ്ടാണ്? ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. ഏതാണ്? റിഫ്രാക്ഷൻ കൊണ്ടാണ് എന്ത് തോന്നുന്നത്? ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ ആ സ്റ്റാർസ് ഇങ്ങനെ മിന്നിക്കളിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. 29ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ മെയിൻറ്റെയിൻസ് പോസ്ചർ ആൻഡ് ബാലൻസ് ഓഫ് ഹ്യൂമൻ ബോഡി? പോസ്ചർ, ബാലൻസ് എന്നിവ നമ്മുടെ ശരീരത്തിന്റെ തുലനാവസ്ഥ അല്ലെങ്കിൽ ശരീരത്തിന്റെ പോസ്ചർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗമാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാന്നറിയോ? ഇതെല്ലാം ചെയ്യുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലമാണ് എന്ത് ചെയ്യുന്നത്? ഇക്വിലിബ്രിയം ആൻഡ് ബോഡി ബാലൻസ് ഓഫ് ദ ബോഡി. ഇക്വിലിബ്രിയം ആൻഡ് ബോഡി ബാലൻസ് ഓഫ് ദ ബോഡി എന്ന് വേണ്ട, ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി ആൻഡ് ബോഡി ബാലൻസ്, ഇത് രണ്ടും മെൻഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യുന്നില്ല, ഇത് രണ്ടും കൺട്രോൾ ചെയ്യുന്നത്, ഇതിന്റെ രണ്ടിന്റെയും റോൾ ഉള്ളത് ആർക്കാണ്? സെറിബെല്ലത്തിനാണ് എന്ന് ഓർത്തിരിക്കുക. ബ്രെയിനിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നുണ്ട്. ആ വലിപ്പം കൊണ്ട് മാത്രമല്ല വേറെയും കുറെ കാര്യങ്ങളുണ്ട്. മസ്കുലാർ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സെറിബെല്ലമാണ്. ഇക്വിലിബ്രിയം ബോഡി ബാലൻസ് കൺട്രോൾ ചെയ്യുന്നത് സെറിബെല്ലമാണ്. മാത്രമല്ല മദ്യം അഫക്റ്റ് ചെയ്യുന്നത് തലച്ചോറിന്റെ ഏത് ഭാഗത്തെയാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ആരാണ്? അതും സെറിബെല്ലത്തെയാണ്. ഇതിന് നമ്മുടെ ബയോളജി ക്ലാസ്സിൽ നിന്ന് താഴെ വളരെ രസകരമായ ഒരു കമന്റ് വന്നിരുന്നു. ആരിട്ടതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. സെറിബെല്ലം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ മിസ്റ്റർ പൂഞ്ഞിക്കരയാണല്ലേ സാർ എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ആ പൂഞ്ഞിക്കര നമ്മൾ ഓർത്ത് വയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓർക്കാൻ പറ്റും. ഈ ഇക്വിലിബ്രിയം ബോഡി ബാലൻസ് മൂപ്പരുടെ അത്, പിന്നെ മസ്കുലർ മൂവ്മെന്റ്സ്, പൂഞ്ഞിക്കര എന്ന് വെച്ചാൽ പിന്നെ മസിലാണല്ലോ, പിന്നെ ആൽക്കഹോൾ, ആ സീനൊന്നും ഒരു മലയാളിയും മറക്കാത്ത അല്ലെങ്കിൽ അത് കണ്ട് ചിരിക്കാത്ത ഒരു മലയാളി ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിലും എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഓർത്തിക്കാം. മസില് അതുപോലെ തന്നെ ആൽക്കഹോൾ എല്ലാം എന്താണ്? പൂഞ്ഞിക്കര, മിസ്റ്റർ പൂഞ്ഞിക്കരയാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ഞാൻ ഓർക്കാൻ പറഞ്ഞത് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോ ലിറ്റിൽ ബ്രെയിൻ അല്ലെങ്കിൽ ചിന്നത്തല എന്നുള്ള രീതിയിൽ ആലോചിച്ചിരുന്നാൽ മതി. ബെല്ല്, ബാലൻസ്, എന്ത് റൈം എന്ന രീതിയിൽ ആലോചിച്ച് വയ്ക്കാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിനേക്കാളൊക്കെ വളരെ മനോഹരമായ ഒരു കമ്പാരിസൺ ആയിട്ട് എഴുതി തോന്നി, ഈ പൂഞ്ഞിക്കര കമ്പാരിസൺ തോന്നി. മസ്കുലാർ മൂവ്മെന്റ്, ആൽക്കഹോൾ, സ്വാഭാവികമായിട്ട് ഇക്വിലിബ്രിയം ബോഡി ബാലൻസ് നമുക്ക് കിട്ടുമെന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ലിറ്റിൽ ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻസൈഡ് ബ്രെയിൻ എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. അതിനെല്ലാം ഉത്തരം എന്ത് തന്നെയാണ്? ബ്രെയിനിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള സെറിബെല്ലമാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പോസ്ചറും ബാലൻസും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ ഉത്തരം സെറിബെല്ലമാണ്. 30ാമത്തെ ചോദ്യം, അറ്റ് വാട്ട് pH വാല്യൂ ടൂത്ത് സ്റ്റാർട്സ് ടു ഡീകേ? പല്ലിന് ഡീകേ വരുന്നത് pH വാല്യൂ എത്രയാവുമ്പോഴാണ്? നമുക്കറിയാം ഒബ്വിയസ്ലി ആസിഡിക് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഡീകേ പ്രോപ്പർട്ടീസ് എല്ലാം വരുന്നത് അല്ലേ? അപ്പോൾ 5.5 താഴെ വരുമ്പോൾ ഈ വാല്യൂസിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ക്ലാരിഫിക്കേഷൻസ് കാണാറുണ്ട്. എങ്കിലും SSCയുടെ കീ എന്നുള്ള നിലയ്ക്ക്, SSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ആൻസർ കീ എന്നുള്ള നിലയ്ക്ക് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് വിശ്വസിക്കാം. 5.5 താഴെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് പല്ലിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും 5 ചോദ്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. അതിന്റെ ഫോർമുലയും നമ്മൾ നോക്കിയത്
ഇതാണ് ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു ആണെന്ന് മറക്കാതിരിക്കുക. ഓസോൺ ഗ്യാസ് പ്രസന്റ് ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ്. ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസിന് കാരണം റിഫ്രാക്ഷൻ ആണ്. ബോഡി ബാലൻസ്, പോസ്ചർ, അതുപോലെ തന്നെ മദ്യം അഫക്ട് ചെയ്യുന്നത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത്, മസ്കുലാർ മൂവ്മെന്റ്സ്, ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? സെറിബെല്ലത്തിന്റെ ഡ്യൂട്ടിയാണെന്ന് ഓർത്തിരിക്കുക. പുഞ്ചിക്കരയാണ് സെറിബെല്ലം എന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ പല്ലിന്റെ ഡി കെ സ്റ്റാർട്ട് ചെയ്യുന്ന pH വാല്യൂ എത്രയിൽ താഴുമ്പോഴാണ്? 5.5 താഴുമ്പോഴാണെന്നും ഓർക്കുക. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാലോ. 31ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്? അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞേനെ. പക്ഷേ കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പ്ലസന്റ് സ്മെല്ലുള്ള സബ്സ്റ്റൻസ് ആണ് ഇവ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രിയിൽ അല്ലേ. എസ്റ്ററുകളാണ് അവ. പെർഫ്യൂംസിനൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുന്നത്. എസ്റ്റേഴ്സ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? അങ്ങനെയും ചോദിക്കാറുണ്ട്. അതായത് ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തുണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണ് എന്ന് എന്ത് ചെയ്യാറുണ്ട്? SSC RRBയും പലതവണ ചോദിച്ചിട്ടുണ്ട്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? എസ്റ്റർ എന്ന് പറയുന്നത്. എന്താ പറയുക, അവർക്ക് ഭയങ്കര നല്ല മണമാണ് അല്ലെ, സ്വീറ്റ് സ്മെല്ലാണ്, പ്ലസന്റ് സ്മെല്ലാണ് എന്ത് വരുന്നത്? എസ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ മറ്റു രീതിയിലും ചോദിക്കാറുണ്ട്, ഈ ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എന്താണ് പറയാന്ന് ചോദിക്കാറുള്ളത്. അതിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് പറഞ്ഞ് എസ്റ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിന്റെ പേര് എസ്റ്ററിഫിക്കേഷൻ ആണ്. പറഞ്ഞതെല്ലാം പോയിന്റ്സ് ആണ്, പറഞ്ഞതെല്ലാം ചോദ്യങ്ങളാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓർക്കുക. എസ്റ്റർ എന്ന് പറയുന്നതിന് വളരെ പ്ലസന്റ് സ്മെല്ലാണ് ഉള്ളത്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും റിയാക്ട് ചെയ്യുമ്പോഴാണ് എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം, വിച്ച് ഫിംഗർ ഷോസ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഫിംഗർ ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്പെസിഫൈ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിനെ നമ്മൾ പുറമേ നിന്നുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദ കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ഫീൽഡ് ആൻഡ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ഫ്ലോ. ആ കണ്ടക്ടർ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? അതിന്റെ ഫീൽഡിനും അതുപോലെ തന്നെ കറന്റ് ഫ്ലോന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? അത് എക്സ്പീരിയൻസ് ചെയ്യും എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ദ കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. ആ കണ്ടക്ടറിന് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ ഫീൽഡ് ആൻഡ് ടു ദ ഡയറക്ഷൻ ഓഫ് ദി കറന്റ് ഫ്ലോ. അത് ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോയുടെയും ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്തുണ്ടാവുക? അതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മളോട് ചോദിച്ചത് ഇതിൽ കറണ്ട് അല്ലേ, കറണ്ട് ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണിക്കുന്നത് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണിക്കുന്നത് ഏതാണ്? ആ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ മിഡിൽ ഫിംഗർ ആണ് എന്ത് കാണിക്കുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ കാണിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക. തമ്പ് എന്ന് പറയുന്നത് മോഷനാണ്, ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് ഏതാണ്? ഫീൽഡ് ആണെന്ന് എന്ത് ചെയ്യുക? ഓർക്കുക. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ ഹൈഡ്ര? ഹൈഡ്രയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ഏത് തരത്തിലുള്ളതാണ്? ഏത് തരത്തിലുള്ള പ്രത്യുൽപാദനമാണ് ഹൈഡ്രയിൽ നടക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം റീപ്രൊഡക്ഷൻസ് പൊതുവെ സെക്ഷലും അസെക്ഷലും ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇതിൽ ഹൈഡ്രയുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പക്ഷെ അത് മാത്രം പോരായിരുന്നു, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടാണ് എന്ത് വന്നിട്ടുണ്ടായിരുന്നത്? ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഹൈഡ്രയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ബഡ്ഡിങ് എന്ന് പറയും. നമ്മൾ ഈ ചെടിയൊക്കെ ബഡ്ഡിങ് ചെയ്യാറില്ല, സെയിം പരിപാടി തന്നെയാണ്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടൈനി ബംബ് അപ്പിയേഴ്സ് ഓൺ പാരന്റ് ഹൈഡ്ര. എന്ത് ചെയ്യുന്നു? ഒരു ടൈനി ബംബ് വരുന്നു, പാരന്റ് ഹൈഡ്ര ഡെവലപ്സ് ബഡ്. അത് എന്ത് ചെയ്യുന്നു? അത് ബഡായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ ബഡ് എന്ത് ചെയ്യുന്നു? വളരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് ആ ബ്രേക്ക് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ അതൊന്ന് വിട്ടുപോയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ഹൈഡ്രയായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ചെടിയും ഇതുപോലെയാണല്ലോ, ക്രോസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ബഡ്ഡിംഗ് ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ, സ്കൂളിലെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഹൈഡ്രയിൽ നടക്കുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആ പ്രോസസ്സിന്റെ പേര് കൃത്യമായി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബഡ്ഡിംഗ് ആണ്. അത് എന്താണെന്നുള്ളതും എന്തായിട്ടുണ്ടാവും? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ചോദ്യം 34ാമത്തെ ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ അലിമെന്ററി കനാൽ ദ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫാറ്റ് ടേക്ക് പ്ലേസ്? കൊഴുപ്പിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത് അലിമെന്ററി കനാലിൽ വയറിൽ ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ഡാഷ് എന്ന് ചോദിക്കാറുണ്ട്. ഡൈജഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? വായയിൽ നിന്നും നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ വിചാരം വയറ്റിലൊക്കെ പോയിട്ടല്ലേ ദഹിച്ചു തുടങ്ങുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും അല്ല. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ, ഡൈജസ്റ്റീവ് സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വായിക്കകത്തുള്ള സലേവയും അത് മിക്സ് ആവുന്നു. അവിടെ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്?
നമ്മുടെ ദഹന പ്രക്രിയ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡൈജഷൻ സ്റ്റാർട്ട്സ് ഇൻ ദ മൗത്ത് ആൻഡ് എൻഡ്സ് ഇൻ ദ ഇൻഡസ്റ്റൈൻ എന്നാണ് എന്ത് ചെയ്യാറുള്ളത്, നമ്മൾ പറയാറുള്ളത്. അപ്പോൾ മൗത്തിൽ നിന്ന് ഫാരിങ്സിലൂടെ അല്ലേ, ഫാരിങ്സിലൂടെ എന്ത് ചെയ്യും, താഴോട്ട് വരും. അവിടെ നിന്ന് ഈസോഫാഗസ് വരും. ഈസോഫാഗസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഫുഡിനും വായുവിനും എല്ലാം കോമൺ ആയിട്ടുള്ളതാണ്. അതിലൂടെ എന്ത് ചെയ്യും, ഫുഡ് പൈപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതിലൂടെ താഴോട്ട് വരും, സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്കിൽ നിന്ന് എങ്ങോട്ട് വരും, ഇൻഡസ്റ്റൈനിലോട്ട് വരും അല്ലേ. ഇൻഡസ്റ്റൈൻ സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻഡസ്റ്റൈനും ഉണ്ട്. സ്മോൾ ഇൻഡസ്റ്റൈനിന് ഡൈജഷൻ കഴിയും. എന്നിട്ട് ലാർജ് ഇൻഡസ്റ്റൈനിലോട്ട് എന്ത് ചെയ്യണം, വേസ്റ്റ് അവിടത്തേക്ക് എന്ത് ചെയ്യണം, മാറ്റി വെക്കുകയാണെന്നുള്ളതും എന്ത് ചെയ്യാം, നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. സ്മോൾ ഇൻഡസ്റ്റൈൻ കാണാം, ലാർജ് ഇൻഡസ്റ്റൈൻ കാണാം, എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ ഡൈജഷൻ തുടങ്ങുന്നത് മൗത്തിൽ നിന്നും വായിൽ നിന്നും അവസാനിക്കുന്നത് സ്മോൾ ഇൻഡസ്റ്റൈനിലുമാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫാറ്റ് ടേക്സ് പ്ലേസ് ചെയ്യുന്ന സ്ഥലം, അത് നടക്കുന്ന സ്ഥലം എവിടെയായിരിക്കും, സ്മോൾ ഇൻഡസ്റ്റൈനിലായിരിക്കും. മൗത്തിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് ഒപ്പം തന്നെ അടിവരയിട്ടുകൊണ്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. 35ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് റെപ്രസെന്റ്സ് പ്രഷർ ഇൻ ഫിസിക്സ്. പ്രഷറിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ഫോളോയിങ് ഇക്വേഷൻസും തരരുത് അല്ലേ, ഓപ്ഷൻ തന്നെ ഞാൻ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്, ഞാൻ പറഞ്ഞു തരുന്നില്ല. പ്രഷറിനാകെ നമുക്കറിയുന്ന ഒരു ഇക്വേഷൻ ഏതാണ്, പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ ഏരിയ. വേറെയൊക്കെ വെച്ച് പലതും ഡിറൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, എന്താ പറയുക, ഏറ്റവും ഡയറക്റ്റ് ആയിട്ടുള്ള പ്രഷറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് പെർ ഏരിയ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയും ചെയ്യാം. അപ്പോൾ നമ്മൾ 5 എണ്ണം പഠിച്ച് പെട്ടെന്ന് ഞാനൊന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, എസ്റ്റർ ആണ്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് എസ്റ്റേഴ്സ് ഉണ്ടാവുന്നത്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണിക്കുന്നത് മിഡിൽ ഫിംഗർ ആണ്. ഹൈഡ്രയിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ അസെക്ഷൽ ആണ് ആൻഡ് ഇറ്റ്സ് നോൺ ആസ് ബഡ്ഡിംഗ്. കംപ്ലീറ്റ് ഡൈജഷൻ കഴിയുന്ന എവിടെ വെച്ചിട്ടാണ്, സ്മോൾ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ്. ഫിസിക്സിൽ പ്രഷറിന്റെ ഇക്വേഷൻ ഫോഴ്സ് പെർ ഏരിയ എന്നാണെന്ന് എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്തതിലോട്ട് പോട്ടെ. 36ാമത്തെ ചോദ്യം, മെറ്റൽ പ്രൊഡ്യൂസസ് റിംഗിങ് സൗണ്ട് വെൻ ഹിറ്റ് അനദർ മെറ്റൽ ബിക്കോസ് ദേ ആർ. മെറ്റൽ എന്ത് ചെയ്യും, നമുക്കറിയാം, 2 പാത്രങ്ങൾ കൂട്ടിയടിക്കാനൊക്കെ ഈ അടുത്തല്ലേ നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം എന്തെങ്കിലും ക്ലിങ് 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 എന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കും ആണല്ലോ. അപ്പോൾ ഈ മെറ്റല് ഈ റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണ്? മെറ്റൽസിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ലൈഡ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മെറ്റലിന്റെ പ്രധാനപ്പെട്ട 3 പ്രോപ്പർട്ടികൾ, 3ഉം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കേരള PSC നിന്നും ഈ ഡക്റ്റിലിറ്റിയും മാലിബിലിറ്റിയും ചോദിച്ചിട്ടുള്ളതിന് കയ്യും കണക്കൂല. മെറ്റലുകളെ വയറുകളാക്കി, നേർത്ത വയറുകളാക്കി മാറ്റാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഇത് ഓരോന്നും ഞാൻ പറയുമ്പോൾ ഒപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പണി തരുന്നുണ്ട്. ഈ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞുതരാം. ഇതിന് മാത്രം മതി, ബാക്കി ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഏറ്റവും ഡക്റ്റിലിറ്റി സ്വഭാവമുള്ളത്, എത്ര വേണേലും മാക്സിമം വലിച്ചു കിട്ടാൻ പറ്റുന്ന, വയേഴ്സാക്കി മാറ്റാൻ പറ്റുന്ന മെറ്റൽ ഏതാണെന്ന് നിങ്ങൾ എനിക്ക് താഴെ പറഞ്ഞു തരണം. പിന്നെ തിൻ ഷീറ്റ്സ് ആക്കാൻ, ഏറ്റവും തിന്നായിട്ടുള്ള ഷീറ്റ്സ് ആയിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ഷീറ്റായിട്ട് കിട്ടുമല്ലോ, നമുക്ക് അറിയുന്നതാണ്. അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങനെ തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നവരാണ് ഗോൾഡും സിൽവറും ആണ് ഇതായിട്ട് വരുന്നത്, മോസ്റ്റ് മാലിയബിൾ ആയിട്ട് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണമാണ്, പിന്നെ വെള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് റിംഗിങ് സൗണ്ട് ആയിരുന്നു. റിംഗിങ് സൗണ്ട് എന്ന് വെച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ, എബിലിറ്റി ഓഫ് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് എ റിംഗിങ് സൗണ്ട് വെൻ ഇറ്റ് സ്ട്രക്ക് വിത്ത് എ ഹാർഡ് സർഫസ്. ഒരു ഹാർഡ് സർഫസുമായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഒരു റിംഗിങ് സൗണ്ട് ഉണ്ടാക്കുന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ഏതെന്ന് പറയുന്നു, സോണോറിറ്റി എന്ന് പറയുന്നു. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, എല്ലാമായി ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. വയറാക്കി മാറ്റാനുള്ള പ്രോപ്പർട്ടി നമ്മൾ ഡക്റ്റിലിറ്റി എന്നും, ഹാമേഡ് ഇൻ ടു തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാനുള്ള മെറ്റലിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ മാലിയബിലിറ്റി എന്നും, റിംഗിങ് സൗണ്ടിനെ നമ്മൾ എന്തെന്നും പറയുന്നു, സോണോറിറ്റി എന്നും പറയുന്നു. 3ഉം എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഇനി അത് തെറ്റിക്കരുത്, 3ലും ഒരു കൺഫ്യൂഷൻ വേണ്ട. വയറാണെങ്കിൽ ഡക്റ്റിലിറ്റി, അടിച്ചു പരത്താനാണ് മാലിയബിലിറ്റി, റിംഗിങ് സൗണ്ട് ആണ് സോണോറിറ്റി. ആ സോനോ എന്നൊക്കെ പറയുമ്പോൾ ഒരു റിംഗിങ് സൗണ്ടിൻ്റെ ഒക്കെ ഫീൽ വരണം, അത് വരുന്നതും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം, റിംഗിങ് സൗണ്ടിന് ഉത്തരം ഏതാണ്, സോണോറിറ്റി ആണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. 37ാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഈസ് ഫൗണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ എന്താ, സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനുള്ള ഒരു ജീവജാലത്തിന്റെ, ഒരു ഓർഗാനിസത്തിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. നമുക്കറിയുന്ന ഓട്ടോട്രോഫിക് ഏതാണ്, പ്ലാന്റ്സ് ആണ്. പക്ഷെ പ്ലാന്റ്സ് ഓപ്ഷനിൽ ഉണ്ടായിരുന്നില്ല. പ്ലാന്റ്സ് അല്ലാതെ പിന്നെ കഴിവുള്ളത് ആർക്കാണ്, എല്ലാ ബാക്ടീരിയാസിനും അല്ല, കുറച്ച് ബാക്ടീരിയാസിന് എന്തുണ്ട്, ഓട്ടോട്രോഫിക് കഴിവുണ്ട്. സോ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന പ്ലാന്റ്സ് ആയിരുന്നില്ല. ആരും അതിൽ ലോട്ടറി അടിച്ചൊന്നും വിചാരിക്കേണ്ട. ഉണ്ടായിരുന്ന ഏതാണ്, ബാക്ടീരിയാസ് ആണ്. പ്ലാന്റ്സ് കറക്റ്റ് ആൻസർ ആണ്. നമുക്കറിയുന്ന ഏറ്റവും നല്ല ഓട്ടോട്രോഫ്സ് അവർ തന്നെയാണ്. പക്ഷേ ഉണ്ടായിരുന്നത് ബാക്ടീരിയ ആണ്. 38, വാട്ട് ഈസ് ക്രിപ്റ്റോഗമേ. എന്താണ് ക്രിപ്റ്റോഗമേ? ക്രിപ്റ്റോഗമേ എന്ന് പറയുമ്പോൾ ഒപ്പം ഞാൻ പറയും മറ്റൊരു സാധനം കൂടി ഓർമ്മ വേണം, ഫനീറോഗമേ. ഞാൻ ഫ എന്ന് ഓർത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫായാണ് അല്ലേ. അപ്പോൾ ഈ ഫനീറോഗമേ എന്ന് പറയുന്നത് എന്താണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. സോ ഒബ്വിയസ്ലി അവർ പൂടുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, അവർക്ക് വിത്തും ഉണ്ടാവും. അപ്പോൾ ക്രിപ്റ്റോഗമേ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ക്രിപ്റ്റോഗമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, അറിയുന്നതാണ്. പ്ലാന്റ് കിങ്ഡം വരുമ്പോൾ നമ്മൾ ക്രിപ്റ്റോഗമയും ഫനീറോഗമയും ആയിട്ടാണ് തിരിക്കുന്നത്. ക്രിപ്റ്റോഗമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവറിംഗ് ആണ്, ക്രിപ്റ്റോഗമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഫ്ലവറിംഗ് ആണ്, സീഡ്ലെസ് ആണ്. ഫനീറോഗമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫ്ലവറിംഗ് ആണെന്ന് ഓർക്കുക. പിന്നെയും തിരിച്ചിട്ടുണ്ട്, തലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ. ഈ ബ്രയോഫൈറ്റയെ പറ്റിയാണ് നമ്മൾ ആദ്യം ബ്രയോളജി
അലർജി എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അതിനെ വീണ്ടും പിന്നെ തലോഫൈറ്റ്, ആൽഗ, ഫംഗി ആയിട്ട്, സ്പെർമാറ്റോഫൈറ്റ്, ജിംനോസ്പേം, ആൻജിയോസ്പേമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പോൾ ഇത്രയും കൂടെ അറിഞ്ഞിരിക്കുക. കിങ്ഡം പ്ലാന്റ്, ക്രിപ്റ്റോഗമെ, ഫനീറോഗമെ എന്ന് രണ്ടായി തിരിച്ചിരിക്കുന്നു പ്രധാനമായും. അതിൽ ക്രിപ്റ്റോഗമെ നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സും ഫനീറോ ഫാഫ അല്ലെ ഫ്ലവറിംഗ് ഫനീറോഗമെ, അങ്ങനെ ഓർക്കുവാനാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 39 ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ വിച്ച് സിറ്റി? BSIയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് നഗരത്തിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, എവിടെയാണ് വരുന്നത്? കൊൽക്കത്തയിലാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ചോദ്യമാണ്. അതുപോലെ 40ാമത്തെ ചോദ്യം, ഒരു പൗണ്ട് എത്ര ഔൺസ് ആണ്? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. ഒരു പൗണ്ട് എത്ര ഔൺസ് ആണ്? 16 ഔൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് തരാം. ഒരു പൗണ്ട് എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് എന്ന് നിങ്ങൾ എനിക്ക് എന്ത് ചെയ്തു തരാം, താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞുതരാം. അത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒരു പൗണ്ട് എത്ര കിലോഗ്രാം ആണെന്ന് സാധാരണ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ഒരു പൗണ്ട് എത്ര ഔൺസ് ആണെന്ന് ഞാൻ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് വൃത്തിയായിട്ട് പഠിക്കുക. കിലോഗ്രാം എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. മെറ്റൽസിന്റെ റിംഗിങ് സൗണ്ട് എന്ന് പറയുന്നത് സോണറസ് പ്രോപ്പർട്ടിയാണ്. ബാക്കി രണ്ടെണ്ണം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വയറാക്കാൻ പറ്റുന്നത് ഡക്റ്റിലിറ്റി, അടിച്ചു പരത്താൻ പറ്റുന്നത് മാലിയബിലിറ്റി. പിന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ പ്ലാന്റ്സിലും ബാക്ടീരിയാസിലുമാണ് കാണുന്നത്. ക്രിപ്റ്റോഗമെ നോൺ ഫ്ലവറിംഗ്, ഫനീറോഗമെ ഫ്ലവറിംഗ് ആണ്. BSI ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊൽക്കത്തയിലാണ്. ഒരു പൗണ്ട് എന്ന് പറയുന്നത് 16 ഔൺസസ് ആണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. MTSന്റെ 2019 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടില്ല, 40 ചോദ്യങ്ങൾ. പക്ഷെ അതിനോടൊപ്പം കുറേ ഫാക്ട്സും പറഞ്ഞുതരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലൊരു ക്ലാസ് കൂടി വരും, ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഒരു ക്ലാസ് കൂടി വരും. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതിൽ നമ്മൾ യൂസ് ചെയ്ത സ്ലൈഡ്സ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാം തന്നെ നമ്മുടെ പെയ്ഡ് കോഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള സ്ലൈഡ്സ് ആണ്. അപ്പോൾ ക്ലാസ്സുകളുടെ ഒരു എന്താണ് നമ്മളവിടെ പഠിപ്പിക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കാണാൻ കഴിയും. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ക്ലാസ്സിന്റെയും നെക്സ്റ്റിന് ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ്സിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഏകദേശം ഈ പറഞ്ഞതുപോലെ 100ഓളം ചോദ്യങ്ങളും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സിന്റെയും PDF ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഈ ക്ലാസ്സിന്റെ PDF വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ ലിങ്ക് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറയാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഇതിന്റെ ബാക്കി ചോദ്യങ്ങളും വേണ്ടി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത്രയും നേരം എന്നെ കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.